ഹൈ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു ചങ്ങലം പരണ്ട കേട്ടോ, ഒരു ഔഷധം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ഒരു ചീമക്കൊന്നൊരു മരത്തിലുണ്ട് കേട്ടോ. ആ മരത്തിൽ ഇങ്ങനെ പടർന്ന് വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കൈ, ഇതിവിടെ വള്ളി പോലെ ഇടയിൽ ഇങ്ങനെ ഇലയിട്ടുണ്ടാവണത് കണ്ടില്ലേ? ഇതുണ്ടോ, ഇങ്ങനെ ഇവിടെ കുറച്ച് വിട്ടിട്ട് പിന്നെ ഇല ഒരിലയിട്ട് പിന്നെ അടുത്ത് കുറച്ച് വിട്ടിട്ട് ഒരില, അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് നമുക്കിത് എന്തിനാന്ന് വെച്ചാൽ, ഈ ഒരു ചങ്ങലം പരണ്ട എന്തിനാന്ന് വെച്ചാൽ, അത് വീക്കൊക്കെ ഉണ്ടാവില്ലേ, നീര്, ഇങ്ങനെ നമ്മൾ കാലിലൊക്കെ എന്തെങ്കിലും വീണിട്ട് അവിടെ നീര് വരിക, അതിനൊക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ ഈ ഒരു മരുന്ന്. ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് നമ്മൾ നേരിട്ട് പൊട്ടിച്ചിട്ട് കയ്യിലൊന്നും ആവാൻ പാടില്ല കേട്ടോ, ചൊറിയിട്ടത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടെടുത്ത ശേഷം അല്പം ചൂടാക്കാം കേട്ടോ. അത് ചൂടാക്കിയ ശേഷം നമ്മൾ നീരിൻ്റെ ആ ഭാഗത്തു കൂടെ തേച്ച് കൊടുത്താൽ നല്ല വാട്ടം കിട്ടും കേട്ടോ. നല്ലൊരു മരുന്നാണിത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ 4 പുറം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. മുറിവിലും ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മുറിവിലാവാൻ പാടില്ല. മുറിവിൽ 4 പുറം തേച്ച് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. അതായത് നമ്മൾ അല്പം ചെറിയൊരു തീയിൽ ചൂടാക്കിയ ശേഷം അതൊന്ന് അരച്ചെടുക്കുക എന്തെങ്കിലും ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ പുരട്ടുക കേട്ടോ. പിന്നെ ചെറു വീക്കം, അതുപോലെ തന്നെ പിന്നെ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുറിവിലാവാൻ പാടില്ല. ഒന്നാമത് നമ്മൾ നേരെ കയ്യിലായാൽ തന്നെ ചൊറിയും, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, മുറിവിലായി കഴിഞ്ഞാൽ നല്ല ചൊറിയും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കഴുകിയിട്ട് എടുക്കണം കേട്ടോ. ചില ഈ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഇതുണ്ട്, നല്ല ഉയരത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ പറ്റും. അത് വള്ളി മാത്രമായിട്ട് ഇങ്ങനെ പോയിരിക്കുക കേട്ടോ. നല്ല ഭംഗിയായിട്ടത് കാണാൻ. ചങ്ങല പോലെ തന്നെയാണ്, ആ പേര് പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. ചങ്ങല പോലെ ഇങ്ങനെ പടർന്ന് പോയിരിക്കുക കേട്ടോ. ഇടയിൽ ഭംഗിക്ക് ഓരോ ഇലകളുണ്ട് കേട്ടോ. നമ്മൾ മാലയൊക്കെ കോർക്കുന്ന സമയത്ത് ഇടയിൽ ഒരു പല കളറിലെ മുത്തൊക്കെ വെച്ചിട്ട് ഇതാവില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ നമ്മൾ നല്ല മരുന്നാണ് വേണ്ടത്. നമുക്ക് പയക്കളൊക്കെ ഉണ്ടല്ലോ, പശുക്കൾക്ക് അകിടി വീക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് തേച്ച് പുരട്ടുകയോ ചെയ്യാമെന്ന് ചെറുതാക്കി പയക്കളൊക്കെ ആയാലും നമ്മൾക്കായാലും മനുഷ്യന്മാർക്കായാലും ഒക്കെ ചൂടാക്കിയിട്ടാണ് അത് ഉപയോഗിക്കുക. അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു നീരായാൽ തന്നെ നമുക്ക് കൈ ചൊറിയാൻ നിൽക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം എന്താ കേട്ടോ, ഇവിടെ നിന്നാണ് കേട്ടോ ഇങ്ങനെ തുടങ്ങുന്നത്. വെയിൽ കൊണ്ട് ഇങ്ങനെ കരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെ കരിഞ്ഞിട്ടുണ്ട്. മോൾ ഭാഗം നല്ല പച്ച കളറാണ് കേട്ടോ. എന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് ഇങ്ങനെ കരിഞ്ഞിരിക്കുകയാണ്. നേരെ അതിലേക്ക് വെയിൽ വരുന്നുണ്ട് കേട്ടോ. അതിനാണ് നമ്മൾ തെങ്ങും പട്ട കൊണ്ട് ഇങ്ങനെ മറച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ, നേരെ വെയിലടിക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു മരുന്നാണ് കേട്ടോ. അപ്പോൾ വീട്ടിലില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇതിൻ്റെ തെയ്യ്. അപ്പോൾ അത് വാങ്ങിയിട്ട് വെക്കുക കേട്ടോ. ഇതൊരു ചെറിയ തെയ്യ് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ, വിത്തൊന്നുമല്ല. ഒരു തെയ്യ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയതാണ്, ഒരു വള്ളി പോലെ കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ അതിന് നനച്ച് കൊടുക്കുക. നമ്മളിപ്പോഴും നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നനവ് വേണം, അല്ലെങ്കിൽ നേരെ വാടിപ്പോവും കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല വെയിലല്ലേ, അപ്പോൾ ആ വെയിലൊക്കെ തട്ടി വാടിപ്പോവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.